വരുന്നു വരുന്നു വരുന്നു. അയ്യോ എന്നെയാണല്ലോ ഇത്. ആ അലവലാതി നിധിയുണ്ടല്ലോ, അവൾ എടുത്തോണ്ട് വന്ന് ഒഴിച്ചതായിരിക്കും. നിലത്തെണ്ണ വീണ അത് തുടച്ചു കളയുന്നതിന് പകരം മാറ്റ് എടുത്തിട്ട് മറച്ചു വെച്ചോളൂ. ഇവളെന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? ഇവക്കെന്താ ബുദ്ധിയില്ലേ? ഓ ഇതൊന്നും അല്ല, മനഃപൂർവ്വം ഒഴിച്ചതാവാനേ വഴിയുള്ളൂ. വൃത്തികെട്ടവള്. എടി നിധി, 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 പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വൃത്തിയും മെനയും ഇല്ലാത്ത വർഗം. പോയി പോയി പോയി. അമ്മ പറഞ്ഞത് സത്യം. മുടിഞ്ഞ ഭാഗ്യമാണ് ആ പെണ്ണുപിള്ളക്ക്. ദൈവം അവരുടെ കൂടെ. വിടില്ല ഞാൻ. ഇതല്ലെങ്കിൽ അടുത്ത പ്രയോഗം. ഇവളെ ഞാൻ കിടത്തും, നീ നോക്കിക്കോ. ചേട്ടായി വേണ്ട. അന്ന് കൊല്ലാൻ നോക്കിയതിന് സോറി. ഇപ്പോൾ സാറാരാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എൻ്റെ ജീവന് രക്ഷ നൽകിയ ആളാണ് നിങ്ങൾ. ഞാൻ ജയിലിലേക്ക് വന്ന തന്നെ CKC എന്നൊരു കൊട്ടേഷനായിട്ടാണ്. 10 ലക്ഷം സാറ് ഊഹിച്ചത് ശരിയാ. ലക്ഷ്യം നിങ്ങൾ തന്നെയായിരുന്നു. കുത്തിക്കൊല്ലാതെ പ്രാണൻ ബാക്കി വെച്ച് പോയവനോടു ഞാൻ ഇന്ന് വരെ കരുണ കാണിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളോടെന്തോ ഒരു അടുപ്പം. അതുകൊണ്ട് പറയുക, നിങ്ങൾ ചോദിച്ച പവിത്രൻ തന്നെയാണ് എന്നെ ഈ കേസുമായിട്ട് കണക്ട് ചെയ്തത്. പവിത്രന്റെ വീടല്ലേ നിങ്ങൾക്കറിയേണ്ടത്. നേരെ വിഴിഞ്ഞം റൂട്ട് പിടിക്കണം. തെക്ക് ഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തണം. അവിടുന്ന് റൈറ്റ് എടുത്ത് പോയാൽ പാറേക്കാവൽ ജംഗ്ഷനെത്തും. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് റോഡ്. പവിത്രന്റെ വീട് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും.
മനസ്സിൽ വെച്ചോ. വീഞ്ഞം റൂട്ടിൽ തെക്ക് ഭാഗത്ത് നിന്നും റൈറ്റ്, പാറേക്കാവിൽ ജംഗ്ഷൻ. അവിടുത്തെ വാട്ടർ ടാങ്കിന്റെ അടുത്ത് നിന്ന് ലെഫ്റ്റ്. ഓക്കെ? ഇതിൽ കൂടി പോലും ഇപ്പൊ ഒരു വിവരം ചോർന്ന് കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് സംഭവിക്കാൻ എന്താ ചെയ്യ? ആ ഫയലെല്ലാം എടുത്ത് വെക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതുമായിട്ടൊന്നിരിക്കാം. ഈ തൂപ്പും തുടപ്പമൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് തീർക്കണമെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഛേ, വേഗം ജോലി തീർത്തിട്ട് എനിക്കൊരു കോഫി എടുത്തുണ്ടോ? നിധി തടഞ്ഞതുകൊണ്ട് മാത്ര കോഫി കുടിക്കാൻ നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ പുലകുളി അടിയന്തരത്തിന്റെ സമയമായേനെ CKC. ഹലോ സാർ. നിനക്ക് ഫോൺ എടുക്കാൻ എന്താ ഇത്ര താമസം? ഒന്ന് വേഗം ഫോൺ എടുത്തൂടെ? സാറേ, ഞാൻ ഊട്ടിയിൽ ടൂർ വന്നൊന്നുമല്ല. ഇത് ജയിലാ. ഫോൺ അങ്ങോട്ട് വൈബ്രേറ്റർ ഉടനെ ചാടി വീണെടുക്കാനൊന്നും പറ്റില്ല. ആ, അത് വിട്. അവിടേക്ക് പോയ കാര്യം എന്തായി? വില നടക്കൂ? നീ എന്തൊന്നും മിണ്ടാത്തത്? ആ ഗൗതമിന്റെ കാര്യം എന്തായെന്ന്? സാറേ, ഞാൻ പല വഴികളും നോക്കുന്നുണ്ട്. ഒരു പ്ലാനും അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. നീ ജയിലിലേക്ക് പോയിട്ട് എത്ര ദിവസമായെന്നറിയോ? നീ അവിടെ എന്തെടുക്കുക? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടല്ലല്ലോ സാറേ. പറ്റിയൊരു സമയം ഒത്തു കിട്ടണ്ടേ? ആ, എന്നാലേ ഒരു കാര്യം ചെയ്യാം. വൈകുണ്ഠം മനയിലെ നീലകണ്ഠൻ തിരുമേനിയെ കണ്ട് ഞാനൊരു നല്ല സമയം കുറിപ്പിച്ചങ്ങ് തരാം. എന്തു പറയുന്നു? എടാ, നിന്നിൽ എനിക്കൊരു അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു. കോടതിയിൽ കേസ് വിളിക്കാൻ അധിക സമയമില്ല. എല്ലാം നിന്നോട് പറഞ്ഞല്ലേ? ആ നിധി കൃത്യമായിട്ട് ഗൗതമിനെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടങ്ങ് പോവും.